നമ്മുടെ മലയാളികളുടെ ഒരു ശുഷ്കാന്തിയാണ് ഈ കാണുന്നത്. ആ ഫോട്ടോ ശ്രദ്ധിച്ചോ? അത് എം എൽ എമാരുടെ റെക്കമെൻഡേഷൻ, അതായത് അവർ ചൂസ് ചെയ്ത വ്യക്തികളുടെ, അദ്ദേഹം അത് മറച്ചു പിടിച്ചുകൊണ്ട് പോവുകയാണ്. അവിടെ കൊണ്ടൊന്ന് ഫോട്ടോ എടുത്തു. നമ്മുടെ മാധ്യമപ്രവർത്തനം ഏതെല്ലാം രീതിയിലാണ് കടന്നു പോകുന്നത്. KC വേണുഗോപാൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ നമ്പർ 1 നേതാക്കന്മാരിൽ കേരളത്തിന് ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടാൻ പറ്റുന്ന ഒരു CM ആണ്. അത് കേരളക്കാർ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി വന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ തിരിച്ചറിയുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ അന്ധമായ വിരോധം, മറ്റ് നേതാക്കന്മാരെ നമ്മൾ സ്നേഹിക്കുന്നു, അവരെ കൊണ്ടുവരാനുള്ള ആഗ്രഹം, ഇത് മാത്രമാണ് KCക്കെതിരെ ഇപ്പോൾ മാർക്കറ്റിൽ കാണിക്കുന്നത്. അതുകൂടാതെ ചില പ്രത്യേക കോർണറുകൾക്ക് ഒരു പ്രത്യേക വ്യക്തിയെ CM ആയിട്ട് വേണം. അതാരാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ആ വ്യക്തി എന്താണ് അപ്പോൾ ഇവരുടെ ലീഡറായി മാറുന്നത്? ഈ പ്രതിപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതിപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്ന ചില വ്യക്തികളുടെ ലീഡറായി ആ വ്യക്തി എന്തുകൊണ്ട് മാറുന്നു? ആ വ്യക്തി വന്നാൽ എന്താണ് അവർക്ക് ഗുണമായി ലഭിക്കാൻ പോകുന്നത്? നമ്മൾ ചിന്തിക്കേണ്ടത് ഇതല്ലേ. KCയെ പ്രതിരോധിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? KCയെ സ്വാധീനിക്കാൻ കഴിയില്ല, അത് തന്നെയാണ്. എന്നാൽ മറ്റൊരു വ്യക്തിയെ സ്വാധീനിക്കാൻ കഴിയും. അതാണ് KCക്കെതിരെയുള്ള ഇപ്പോൾ കണ്ടുവരുന്ന ഔട്ട്സൈഡ് നോയ്സ്. അത് എക്സ്ട്രീം ലെവലിലേക്കാണ് പോകുന്നത്. അതിന് കുഴൽനാടൻ ആക്രമിക്കുന്നു. ഇതൊക്കെ വളരെ മോശമായ ലെവലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കോൺഗ്രസ്സുകാർക്ക് ചേർന്ന പ്രവൃത്തികളല്ല കോൺഗ്രസ്സുകാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഇൻക്ലൂഷനാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻക്ലൂസീവ് പാർട്ടിയാണ്. നമ്മളൊരു കമ്മ്യൂണിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ BJPയുടെയോ മാതിരിയുള്ള ഒരു കേഡർ പാർട്ടി സംവിധാനമല്ല. എല്ലാവരുടെയും വോയിസ് നമ്മൾ കേൾക്കും. പക്ഷേ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഉണ്ടാവും, അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നാം ചെയ്യേണ്ടത്. KC ഒരു വലിയ ശക്തിയായി കേരളത്തെ കൊണ്ടുപോകുമെന്നുള്ള യാതൊരു സംശയമില്ല. KC മുഖ്യമന്ത്രിയായി വന്നാൽ. ഓൾ ദി ബെസ്റ്റ്.